ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേരാണ് കറന്റ് ഇലക്ട്രിസിറ്റി. അതിൽ നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ടോപ്പിക്കാണ് എന്താണ് ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞ അല്ലേ. എന്താണ് ഈ ഇലക്ട്രിക് കറന്റ്? നോക്കിക്കേ മക്കളെ, ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോ ഓഫ് ചാർജിനെ പറയുന്ന പേരാണെന്ത്? ഫ്ലോ ഓഫ് ചാർജിനെ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക് കറന്റ്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ചാർജ്. അപ്പൊ നമുക്ക് ഇലക്ട്രോൺസിന്റെ ഫ്ലോയും ഇലക്ട്രോണിന്റെ ഫ്ലോ അല്ലെങ്കിൽ അഥവാ ഫ്ലോ ഓഫ് ചാർജ് ആണ് എന്ത്? ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ കറന്റ്. ഈ കറന്റ് എന്ന് പറയുന്നത് എന്താ ഞാൻ പറഞ്ഞു? ഫ്ലോ ഓഫ് ചാർജ് ആണല്ലോ. സോ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. ആൻഡ് ഇതിൽ ക്യൂ എന്ന് പറയുന്നതാണ് മക്കളെ ചാർജും, അതുപോലെ തന്നെ നമ്മുടെ ടി എന്ന് പറയുന്നതാണ് എന്ത്? ടൈമും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്കൊരു ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബാറ്ററി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ് എപ്പോഴും എങ്ങനെ ഫ്ലോ ചെയ്യുക? ഇലക്ട്രോൺസ് എപ്പോഴും നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും. എവിടെ? നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? എപ്പോഴും കറന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരിക്കും കറന്റിന്റെ ഡയറക്ഷൻ? നമ്മൾ പറയാ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ്. പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും നമ്മളുടെ ആരുടെ ഡയറക്ഷൻ വരിക? നമ്മുടെ കറന്റിന്റെ ഡയറക്ഷന് നമ്മൾ എന്ത് ചെയ്യുക? പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഒരു കൺസെപ്റ്റ് ആണ് പറഞ്ഞത്. എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് ഇലക്ട്രിക് കറന്റ്? ഇലക്ട്രിക് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ പറയാം? ക്യൂ ബൈ ടി. ഇനി ക്യൂവിന്റെ യൂണിറ്റ് എന്താ, ടിന്റെ യൂണിറ്റ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ആണല്ലോ. ഇനി നമുക്ക് ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ഇതിന്റെ യൂണിറ്റ്സ് നോക്കാം. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന എന്താ മക്കളെ? ക്യൂ എന്ന് പറയുന്ന ചാർജ് ആണല്ലോ. ഈ ചാർജിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ചാർജ് എന്ന് പറയുന്നത് ഇവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. സോ ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എന്താ അറിയേണ്ടത്? എത്ര ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? എന്താ എനിക്ക് അറിയേണ്ടത്? എത്ര ഇലക്ട്രോൺസ് ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, ആ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? അപ്പൊ N എന്ന് പറയുന്നത് എന്താണ്? N is the number of electrons. എന്താണ് N എന്ന് പറയുന്നത്? N is the number of electrons. And E എന്ന് പറയുന്നത് എന്താ മക്കളെ? E എന്ന് പറയുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിന്റെ ചാർജ്. E എന്ന് പറയുന്ന ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാ? ഇലക്ട്രോണിന്റെ ചാർജ് ആണ് 1.6 × 10⁻⁻19 കൂളും. ഇത്രയും ചെറുതാണ്. 1.6 × 10⁻⁻19 എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര പൂജ്യം വരും? 19 പ്ലേസസ് അല്ലേ? അപ്പൊ 1.6 × 10⁻⁻19 കൂളും. അത്രയും ചെറുതാണ് ഇലക്ട്രോൺസിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ എന്ത് ടേംസ് പറയാന്നുണ്ടെങ്കിലും അതിന് എന്തുണ്ട്? എന്ത് കറന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വോൾട്ട് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഓരോ യൂണിറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ കറന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് എന്ത് മക്കളെ? ആംപിയർ. എന്താണ് കറന്റിന്റെ യൂണിറ്റ്? ആംപിയർ. ഓക്കെ, കറന്റിന്റെ SI യൂണിറ്റ് ആണ് ആംപിയർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? 1 ആംപിയറിനെ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഡിഫൈൻ 1 ആംപിയർ. ഈ ആംപിയറിന്റെ സിമ്പൽ ആണ് A. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എനിക്ക് 1 ആംപിയർ ആണല്ലോ ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 1 ആംപിയർ ആണ് എനിക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. ഇനി അതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ
എനിക്ക് ഐ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? ഐ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ ടി. യെസ്, ക്യൂ ബൈ ടി ആണ്. ഓക്കെ, ഇനി നമുക്ക് ചാർജിന്റെ SI യൂണിറ്റ് എന്താണ്? 1 കൂളും. യെസ്, ടൈമോ അതെ 1 സെക്കൻഡും. അങ്ങനെയാണെങ്കിൽ 1 ആംപിയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നോക്കിക്കേ, 1 ആംപിയർ എന്ന് പറഞ്ഞാൽ 1 കൂളുംബ് ഓഫ് ചാർജ് 1 സെക്കൻഡിൽ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ then I can say that കറണ്ട് എന്താണ്? 1 ആംപിയർ. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ചോ. ഒരു കണ്ടക്ടറാണ്, ആ കണ്ടക്ടറിലൂടെ 1 കൂളംബ് ഓഫ് ചാർജ് പാസ് ചെയ്യാണ്. എത്ര സെക്കൻഡിൽ പാസ് ചെയ്യുന്നു? 1 സെക്കൻഡിൽ പാസ് ചെയ്യുകയാണെങ്കിൽ then I can say that എന്താ പറയാൻ പറ്റുക എനിക്ക്? അത് 1 ആംപിയർ കറണ്ട് ആണ് ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ടോപ്പിക്കിൻ്റെ ഒരു ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. താങ്ക് യു.